കർണാടകയിലെ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ നിന്ന് സംഘാംഗത്തിന്റെ പിന്മാറ്റം സ്ഥിരീകരിച്ച സർക്കാർ. സൗമ്യലത IPS ആണ് പിന്മാറിയത്. ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ്, കഴിഞ്ഞ ആഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റം എന്നതറിയാൻ കഴിയുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. അനുജ, കഴിഞ്ഞ ആഴ്ച രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയാണ് ഈ സൗമ്യലത. DCP SK സൗമ്യലത, ഒപ്പം തന്നെ DIG MN അനുച്ഛേദ്, ഒപ്പം DCP ആയിട്ടുള്ള ജിതേന്ദ്ര കുമാർ ദായ എന്നിവരാണ് ഈ DGP നേതൃത്വം നൽകുന്ന, പ്രണബ് മോഹന്തി നേതൃത്വം നൽകുന്ന ഈ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരായിരുന്നു. ഇവരുടെയൊക്കെ അണ്ടറിൽ ഒരു പ്രത്യേക ടീമായി രൂപീകരിച്ച് പല ടീമുകളായി മാറിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. അത്തരത്തിലൊരു അന്വേഷണത്തിന്റെ പ്ലാനിൽ ാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ ഈ സംഘത്തിൽ നിന്ന് പിന്മാറുന്നത്. നേരത്തെ പലതരത്തിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു, പല അഭ്യൂഹങ്ങളും പടർന്നതിനു പിന്നാലെ പലതവണ ചോദ്യങ്ങളൊക്കെ കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയോട് ചോദിച്ചുവെങ്കിലും അദ്ദേഹം അതിനൊന്നും അന്ന് മറുപടി നൽകാൻ തയ്യാറായില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം അത് സ്ഥിരീകരിച്ചു തന്നെ പറയുകയാണ്. അതായത് SK സൗമ്യലത, DCP SK സൗമ്യലത ഈ ഒരു സംഘത്തിൽ നിന്ന് പിന്മാറുന്നതായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള കത്ത് തനിക്ക് ലഭിച്ചില്ലെങ്കിലും അനൗദ്യോഗികമായി ഈ വിവരം തന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അംഗത്തിനെ ഒഴിവാക്കും, മറിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥയെ ആ ഒരു സംഘത്തിലേക്ക് കൊണ്ടുവരും എന്നതടക്കം ഇന്ന് ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി. അല്പസമയം മുൻപ് മാത്രമാണ് ഈ വിവരം ആഭ്യന്തരമന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പറയുന്നത്. അങ്ങനെ അന്വേഷണ സംഘത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു കൊഴിഞ്ഞുപോക്ക് കാണാം. പ്രത്യേകിച്ച് നാളെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തുമെന്നുള്ള വിവരമാണ് നമുക്കൊടുവിൽ ലഭിക്കുന്നത്. കാരണം പല ജോലികളിലുണ്ടായിരുന്ന പല ചുമതലകളിലുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് ബംഗളൂരുവിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതൊക്കെയും ഇന്ന് അവിടെ നിന്നൊരു ടീമായി ഫോം ചെയ്ത് ധർമ്മസ്ഥലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ സംഘം ധർമ്മസ്ഥലയിലെത്തി അന്വേഷണം തുടങ്ങാനിരിക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്മാറ്റം വരുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് സൗമ്യലത പിന്മാറുന്നത്, അല്ലെങ്കിൽ സൗമ്യലത പിന്മാറുന്നത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രി പങ്കുവയ്ക്കുന്നത്. അത് നേരത്തെ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ധർമ്മസ്ഥലയുടെ ചരിത്രം നമ്മൾ പലതവണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. 1980-കൾ മുതൽ, അല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടൽ, അവരുടെ ഇടപാടൊക്കെയും വളരെയധികം അഭ്യൂഹങ്ങൾക്ക് ഇട നൽകുന്നതാണ്. ഒപ്പം തന്നെ ഒരു തരത്തിലും അത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതല്ല. ദുരൂഹമായിട്ടുള്ള പല ഇടപെടലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഒരു കണ്ണി പോലെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്മാറ്റമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയന്നുകൊണ്ടുള്ളൊരു പിന്മാറ്റമാണോ ഇത് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും സംഘത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് 2 ദിവസം മുൻപും അറിയിച്ചത്. പ്രത്യേകിച്ച് ഇന്നലെയാണ് ഈ സംഘത്തിനെ വിപുലപ്പെടുത്തുന്നത്. നേരത്തെ 4 പേരെ മാത്രം തീരുമാനിച്ച സംഘത്തിലേക്ക് 20 ഉദ്യോഗസ്ഥരെ കൂടി തെരഞ്ഞെടുക്കുകയും അത് വലിയൊരു സംഘമാക്കി മാറ്റുകയും 4 ടീമുകളായി അന്വേഷണം നടത്തുകയും ചെയ്യുമെന്നൊക്കെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് ആ സംഘം അവിടെ എത്തുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നല്ല, നാളെ മാത്രമേ അവിടെ ഈ സംഘം എത്തുകയുള്ളൂ. അവർ ബംഗളൂരുവിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി അവരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു കൊഴിഞ്ഞുപോക്ക്. ഇതിനിടയിൽ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു പക്ഷേ ഈ DIG MN അനുച്ഛേദും ഈ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് പോയേക്കാം, വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞൊരു പിന്മാറ്റം നടത്തിയേക്കാം എന്നുള്ള അഭ്യൂഹം കൂടി വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച വിവരമല്ല, പക്ഷേ ഈ DCP SK സൗമ്യലതയുടെ വിവരം അത് സ്ഥിരീകരിച്ച് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ അന്വേഷണ സംഘത്തിൽ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നു, തുടക്കത്തിൽ തന്നെ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ അന്വേഷണ സംഘം, മുഹമ്മദ് റഹീസ്, അന്വേഷണ സംഘം അവരുടെ പ്രവർത്തനം തുടങ്ങാനിരിക്കെ നടത്തുന്ന ഈ പിന്മാറ്റം, അത് ഒരർത്ഥത്തിൽ ഒരു തിരിച്ചടിയല്ലേ? ഇതിന് പകരം ആര് എന്നൊക്കെയുള്ളതിൽ ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാകും അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക്? അനുജ, ഈ അന്വേഷണ സംഘത്തിൽ സത്യത്തിൽ ഈ നീതിക്ക് വേണ്ടി പോരാടുന്ന, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിട്ടുണ്ട്, അത് പുറത്തു വരണം എന്ന് ചിന്തിച്ചു പോരാടുന്ന ഒരു വലിയ സംഘം അവിടെയുണ്ട്, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും അവിടെയുണ്ട്. അവർക്കൊക്കെ ഈ സംഘത്തിൽ വലിയ വിശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് ഈ DGP പ്രണബ് മോഹന്തി അടക്കമുള്ള ഉദ്യോഗസ്ഥർ. നേരത്തെ 24-നോട് ഈ സമരസമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ, അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെയാണ് വരേണ്ടത് എന്നാണ്. അത് ആഴ്ചകൾക്ക് മുൻപേ പറഞ്ഞതാണ്.
അങ്ങനെ ഒരു SIT ടീമിനെ തന്നെയാണ് ഫോം ചെയ്തതും. അപ്പോൾ അവർക്കതിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ തുടക്കം മുതൽ തന്നെ പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥർ പിന്മാറും എന്നുള്ള അഭ്യൂഹം വന്നിരുന്നു. കാരണം ഭയം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇവർക്കൊക്കെയും അവിടെ ജീവിച്ചു പോകേണ്ടതാണ്, ഈ ഉദ്യോഗസ്ഥർക്കടക്കം അവിടെ ജീവിക്കേണ്ടതാണ്. നിയമവാഴ്ച എന്നുള്ളത് എത്രത്തോളം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിലൂടെയും നമ്മുടെ സ്റ്റോറികളിലൂടെയും ഒക്കെ നമ്മൾ തന്നെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അത്തരത്തിൽ നിയമവാഴ്ചയ്ക്ക് വളരെ ചെറിയ സാധ്യത മാത്രമുള്ള ഒരിടത്ത് അടുത്ത കാലത്തായി മാത്രം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നൊരു സ്ഥലത്ത് പോലീസുകാർ മുൻപ് ഒരു തരത്തിലും കേസുകൾ സ്വീകരിക്കാതിരുന്ന നിരപരാധികളെ പലതവണ ജയിലിലടച്ച പിന്നീട് കോടതി അവരെ വെറുതെ വിട്ട ഒരു സ്ഥലമാണ്, അതൊരു പ്രത്യേക ഇടമാണ്. ആ ഇടത്തൊരു അന്വേഷണത്തിന് വരുമ്പോൾ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, അവർക്കുണ്ടാകുന്ന ഭയം ഒക്കെയും പ്രധാനം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘം വിപുലീകരിക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ മാറ്റും, പുതിയ ഉദ്യോഗസ്ഥർ വരും. വ്യക്തിപരമായ കാരണങ്ങളാൽ അവധിയിൽ പോകാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ അവധി അപേക്ഷിച്ചവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു സംഘമാകും വരിക എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവരുടെയൊക്കെ പേരുകൾ ഇതിൽ ഉണ്ടായപ്പോൾ ഇവർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത്. എന്നാൽ അവിടെയാണ് ഇന്ന് രാവിലെയോടെ പ്രത്യേകമായ ഒരു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ്. അത് ഇന്നലെ ആ ഒരു സാധ്യത അടഞ്ഞുവെങ്കിൽ ഇന്ന് വീണ്ടും മന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ അന്വേഷണ സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ പുറത്തേക്ക് പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ അതൊരു തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് നാളെ തുടങ്ങേണ്ട ഒരു മഹാ അന്വേഷണം എന്ന് പറയേണ്ടി വരും. അത് ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അന്വേഷണമാകും. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാനിരിക്കെ തുടക്കത്തിൽ അതിൻ്റെ ആദ്യ പോയിന്റിൽ ഒരാൾ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അതിനെ നീതീകരിക്കാൻ കഴിയുന്നതോ അല്ല. അങ്ങനെ ഒരാൾ ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ സൗമ്യലതയുടെ സ്ഥാനത്ത് ഇനി ഏത് ഉദ്യോഗസ്ഥ വരും എന്നതുകൂടി കണ്ടറിയേണ്ടതായുണ്ട്. പല കോണുകളിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു സംഘത്തിനെയാണ് DGP ഉൾപ്പെടെ തെരഞ്ഞെടുത്തത്. ഈ 4 പേർ ചേർന്നിട്ടാണ് ഈ സംഘത്തിനെയൊക്കെയും തെരഞ്ഞെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും നാളെ അവിടെ എത്തി ക്യാമ്പ് ചെയ്തുള്ള അന്വേഷണം തുടങ്ങാനുള്ള നീക്കവുമൊക്കെ ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ഈ കൊഴിഞ്ഞുപോക്കും ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥ എന്തായാലും ഔദ്യോഗികമായി അയച്ച കത്ത് മന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി മന്ത്രിയെ അറിയിച്ചു എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു പിന്മാറ്റം ആദ്യഘട്ടത്തിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായെങ്കിൽ പോലും മുഹമ്മദ് റഹീസ് അന്വേഷണം നാളെ തന്നെ തുടങ്ങും എന്നാണോ നമുക്ക് അറിയാൻ കഴിഞ്ഞത്? അതെ, നമ്മൾ ഏറ്റവും ഒടുവിലായി അവിടെയുള്ള പല സോഴ്സുകളോടും സംസാരിക്കുമ്പോൾ നാളെ തന്നെ അന്വേഷണം തുടങ്ങുമെന്നാണ് അറിയുന്നത്. കാരണം ഇന്ന് ബംഗളൂരുവിലേക്ക് ഉദ്യോഗസ്ഥരെ ഒക്കെയും അസംബിൾ ആകാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ പല ചുമതലകളിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ആ റിലീവിംഗ് കൊടുത്ത് അവർക്ക് ഇന്ന് അവിടെ അസംബിൾ ആവണം, ബംഗളൂരുവിൽ അസംബിൾ ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഇവർ യാത്ര തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്തായാലും സമയമെടുക്കും. അങ്ങനെ അവർ നാളെ കൊണ്ട് അന്വേഷണം തുടങ്ങും എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അങ്ങനെ ആദ്യം ദക്ഷിണ കന്നഡ പോലീസ് ഓഫീസിലും SP ഓഫീസിലും ഒപ്പം തന്നെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനും ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിലും ഒക്കെ എത്തി വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടണം. ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായി മാറുന്ന ഒന്ന് ഈ സമീപ പ്രദേശത്തുള്ള മിസ്സിംഗ് കേസുകളൊക്കെയും അന്വേഷിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ്. എന്തായാലും ഈ കാര്യത്തിൽ തുടക്കത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു, ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു, ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അനുജ, ശരി, ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ നിന്നാണ് ഒരു സംഘാംഗം പിന്മാറിയിരിക്കുന്നത്. സൗമ്യലത IPS എന്ന ഉദ്യോഗസ്ഥ പിന്മാറി. അത് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ ഒരു തിരിച്ചടിയാണിത്. നാളെ അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങാനിരിക്കെയാണ് ഇങ്ങനൊരു പിന്മാറ്റം. പകരം മറ്റൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി മുഹമ്മദ് റഹീസ് നൽകുന്നുണ്ട്.